സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇന്ന് പിറകണ്ടാൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ 2026 റമളാൻ ആദ്യ രാവിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഈ ആദ്യ രാവ് ഒരു മഹത്തായ സൂറത്ത് നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ ഓതിക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ഉയർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത റമളാൻ വരെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകപ്പെടുന്നതാണ്. അതുപോലെ ഒരുപാട് വിജയങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഒരു ചെറിയ സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ സൂറത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു വലിയ ഉയർച്ച നൽകും. നമ്മൾ ഈ സൂറത്ത് ഒരു വട്ടം ആത്മാർത്ഥതയോടുകൂടി ഓതി ദുആ ചെയ്താൽ നമുക്ക് കിട്ടാത്തതായി ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക ഉയർച്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെയേറെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു മഹത്തായ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, നോമ്പിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ചിലത് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഉസ്താദേ, നിയ്യത്ത്, നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, അതൊന്ന് പറഞ്ഞു തരുമോ? കാരണം പരിശുദ്ധ റമളാനില് നമ്മൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് റമളാൻ ഉള്ളത്. അപ്പൊ പല കാര്യങ്ങളും മറന്നുപോയി കാണും. അപ്പൊ നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ് എന്നുകൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിലൊക്കെ ഈ പരിശുദ്ധ റമളാനിനെ കുറിച്ചുള്ള പല സംശയങ്ങൾക്കും ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് നൽകുന്നതാണ്. എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ റമളാനിൽ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇബാദത്തുകൾ ചെയ്യുക. ആരെങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ കരുണയുടെയും കാരുണ്യത്തിന്റെയും നോട്ടം കിട്ടിയാൽ തീർച്ചയായും അവൻ വിജയിക്കുന്നവനാണ്. അവനാണ് വിജയി. അല്ലാഹു ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന മാസമാണ്. ഏത് ഇബാദത്ത് ചെയ്താലും ഒരിക്കലും തട്ടപ്പെടുകയില്ല. ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ഒരു മാസമാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുന്നത് കൃത്യമായി നിസ്കരിച്ചവർക്കും പരസ്പരം വിദ്വേഷങ്ങളില്ലാതെ നല്ല സ്നേഹത്തോടെ കഴിയുന്നവർക്കുമാണ്. റമളാനിൽ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് തലേന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാനിൽ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തലേന്ന്, അതായത് നമ്മൾ നാളെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നവൈതു സൗവാദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. നവൈതു സൗവാദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അഥവാ ഈ കൊല്ലത്തെ റമളാൻ മാസത്തിലെ നാളത്തെ ഫർള് നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി അതാ ആയി പിടിച്ചു വീടുവാൻ അഥവാ നോറ്റ് വീടുവാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത്. ഈ നിയ്യത്ത് ആരും മറന്നു പോകല്ലോ. ഇന്ന് രാത്രിയാണ്. ഉദാഹരണത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് നോമ്പിന്റെ തലേ ദിവസമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മറന്നു പോകരുത്. അതായത് നാളെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ നിയ്യത്ത് വെച്ച് നമ്മൾ ആരും മറന്നു പോകാതെ നിയ്യത്ത് വെക്കണം. അർഹമുർറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മുഴുവനും നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ റമളാനിനെ നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആരും മറന്നു പോകരുത്. ഈ 5 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. അതിലൊന്നാമത് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നത് കൊണ്ട് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടും.
നൽകപ്പെടുന്നതാണ്. ഖുർആൻ അമാനുഷികമായ ഗ്രന്ഥമാണ്. അത് ഓതുന്നവർക്ക് അല്ലാഹു ഐശ്വര്യങ്ങൾ അല്ലാഹു ഇരുലോക വിജയികളെ കൂട്ടത്തിൽ അല്ലാഹു ആക്കുന്നതാണ്. അതുപോലെ അല്ലാഹു അവന്റെ രോഗങ്ങൾ ശിഫയാക്കുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾക്ക് എത്ര ഖത്മ പൂർത്തീകരിക്കാൻ കഴിയുമോ അത്രത്തോളം പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതണം. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ് അവന്റെ കലാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഖത്മ ഓതി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ ഓതണം. ഇനി 30 ദിവസവും ഓതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഓതണം. ഓതാൻ അറിയാത്തത് അല്ലാഹുവിന്റെ ഖുർആനിൽ നോക്കിക്കൊണ്ടെങ്കിലും നിങ്ങൾ ഇരിക്കണം. അല്ലെങ്കിൽ ഓതുന്ന കേട്ട് നിങ്ങൾ റമളാൻ ഇരിക്കണം. മുഅ്മിനീങ്ങളെ, ഒരുപാട് പുണ്യമുള്ളതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ജീവിതത്തിൽ അല്ലാഹു നമ്മളെ പോലും അറിയാതെ ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ റമളാൻ അല്ലാത്തപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. രാവിലെയും രാത്രിയും ഒക്കെ നമ്മൾ പകലും രാത്രിയും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ പരിശുദ്ധ റമളാൻ നമ്മൾ പകല് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പകലത്തെ ഭക്ഷണം കൂടി രാത്രി കഴിക്കാൻ ഒരു ചിന്ത നമുക്ക് പാടില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. അത് ഏത് സമയത്താണെങ്കിലും അല്ലാഹു അതിൽ ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അമിതാഹാരം നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തറാവീഹ് വിത്ർ പോലുള്ള നമസ്കാരങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക. മറന്നു പോകരുതേ മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. തറാവീഹ് നമസ്കാരമൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക. അതുപോലെ സാലിഹീങ്ങളായ സജ്ജനങ്ങളോടൊപ്പം പള്ളിയിൽ പോയി നമ്മൾ ഇരിക്കണം. ഇഅ്തികാഫ് നമ്മൾ ഇരിക്കണം. ഈ പരിശുദ്ധ റമളാൻ പുണ്യങ്ങളുടെ രാവാണ്. നമ്മൾ പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കണം. വീട്ടിൽ ഇരുന്ന് സമയങ്ങൾ കളയാതെ എത്രത്തോളം നിനക്ക് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം നീ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അഞ്ചാമത് നമ്മൾ മറന്നു പോകല്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. നീ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥനകൾ അതുപോലെ എല്ലാ സമയത്തും ദുആകൾ വർദ്ധിപ്പിക്കുക. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും നീ നിന്റെ റബ്ബിനോട് ദുആ ചെയ്യുക. അതുപോലെ പാതിരാത്രികളിലും തഹജ്ജുദിന്റെ സമയങ്ങളിലെല്ലാം നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിനക്ക് നൽകുന്നതാണ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. പരസ്പര സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടണം. അതുപോലെ നമ്മുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടണം. അതിലെല്ലാം അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. പരിശുദ്ധ റമളാനിനെ ആരും നിസ്സാരമായി കാണല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അല്ലാതെ നമ്മൾ റമളാൻ എന്ന് പറഞ്ഞ് മറ്റു ജനങ്ങളുടെ പരിദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ വളരെ മോശമായ രീതിയിൽ പകൽ ഭക്ഷണമൊക്കെ കഴിച്ച് നടന്നാൽ അതൊക്കെ റമളാനിനോട് നമ്മൾ കാണിക്കുന്ന അതവുകേടാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ ആര് നമ്മളെ എന്ത് പറഞ്ഞാലും ഞാൻ നോമ്പുകാരനാണ് എന്ന് മറുപടി പറഞ്ഞ് നമ്മൾ പോകുക. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ അതിന്റെ പവിത്രതയനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പിറകണ്ടാൽ നമ്മൾ 2026 റമളാൻ ആദ്യ രാവിലേക്ക് കടക്കുകയാണ്. റമളാൻ ആദ്യ രാവാണെങ്കിൽ ഒരു ചെറിയ അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനെ കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. നമുക്ക് തൊട്ടതിലെല്ലാം ഇൻഷാ അല്ലാഹ് ഉയർച്ച കിട്ടും. നമ്മൾ ഈ ചെറിയ സൂറത്തിനെ ഒരു വട്ടം ഓതിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നമുക്ക് കിട്ടാത്തതായി ഒന്നും തന്നെ ഇല്ല. അതുപോലെ നമുക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വളരെ നേട്ടങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ ചെറിയ സൂറത്ത് നമ്മൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. സൂറത്തുൽ ഫത്ഹാണ്. ഈ സൂറത്തുൽ ഫത്ഹ് ഒരുപാട്
പോരിശയുള്ളതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന സൂറത്താണ് ഇത്. റമളാൻ ആദ്യ രാവിൽ ഓതിയാൽ സാമ്പത്തികമായി വിജയം അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഒരുപാട് പേര് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടമുള്ളവരുണ്ട്, കടം കൊണ്ട് വലിയുന്നവരുണ്ട്, അതുപോലെ ഭവനമില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലിയുന്നവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, ഒരുപാട് പേരുടെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. ഈ മഹത്തായ സൂറത്തുൽ ഫത്ഹ് റമളാനിന്റെ ആദ്യ രാവിൽ നിങ്ങൾ ഇത് ഓതിയാൽ സാമ്പത്തികമായി ഉയർച്ച അല്ലാഹു നൽകപ്പെടുന്നതാണ്. കുടുംബജീവിതം അല്ലാഹു ഐശ്വര്യം നൽകുന്നതാണ്. മക്കളുടെ പഠനകാര്യത്തിൽ അല്ലാഹു വിജയം നൽകുന്നതാണ്. കച്ചവടത്തിൽ അല്ലാഹു വിജയം നൽകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. പടച്ചവനെ, നീ സർവ്വ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഐശ്വര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ റബ്ബേ. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് പടച്ചവനെ. നീ ഞങ്ങളുടെ ഇബാദത്തുകൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരുപാട് റമളാൻ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പെട്ടെന്നുള്ള വർണ്ണങ്ങളിൽ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ശരീരങ്ങളിൽ പല രോഗങ്ങളുണ്ട്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും ഖബറിലാണ്, നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാറാണ് റബ്ബേ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുണ്ട് റബ്ബേ, നീ ഭവനം നൽകണേ അല്ലാഹ്. അതുപോലെ മക്കളില്ലാത്തവരുണ്ട് അല്ലാഹ്, നീ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ അലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ, നീ ജോലി നൽകണേ അല്ലാഹ്. സാമ്പത്തിക ഉയർച്ച നീ നൽകണേ പടച്ചവനെ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹു, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ പടച്ചവനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.